പ്രവാസികളെ സ്വാഗതം ചെയ്ത കുവൈറ്റ്. നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പൂർണ്ണമായി വാക്സിനേഷൻ കിട്ടിയ പ്രവാസികൾക്ക് ഓഗസ്റ്റ് 1 മുതൽ രാജ്യത്തേക്ക് മടങ്ങിയെത്താൻ അനുമതി നൽകാൻ കുവൈത്ത് ക്യാബിനറ്റ് തീരുമാനം എടുത്തിരിക്കുകയാണ്. 7 മാസമായി വിദേശ സർവീസുകൾക്കുള്ള വിലക്ക് തുടരുകയാണ്. എന്നാൽ ഈ വിലക്ക് ശനിയാഴ്ച രാത്രി 11:59 അവസാനിക്കുമെന്ന് കുവൈറ്റ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഞായറാഴ്ച മുതൽ വിദേശികൾക്ക് കുവൈറ്റിലേക്ക് മടങ്ങി ചെല്ലാവുന്നതാണ്. എന്നാൽ അതിനു മുന്നേ മുസാഫിർ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. രാജ്യത്ത് റെസിഡൻസി വിസയുള്ളവരും ഫൈസർ, ആസ്ട്രാസെനേക്ക, മൊഡേണ വാക്സിനുകളുടെ 2 ഡോസുകളോ ജോൺസൺ ആൻഡ് ജോൺസന്റെ 1 ഡോസോ എടുത്തവരുമായ പ്രവാസികൾക്ക് മാത്രമാണ് പ്രവേശനാനുമതി നൽകുന്നത്. യാത്രയ്ക്ക് മുന്നേ വാക്സിനേഷൻ വിവരങ്ങളടക്കം ഷാലോനിക് ആപ്പിലും കുവൈറ്റ് മുസാഫിർ പ്ലാറ്റ്ഫോമിലും അപ്ലോഡ് ചെയ്ത് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചിരിക്കണം. ആപ്പിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് വ്യക്തമാക്കുന്ന ഗ്രീൻ കളർ കോഡ് കിട്ടുന്നവർക്ക് മാത്രമായിരിക്കും അനുവാദം കിട്ടുക. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിനൊപ്പം 72 മണിക്കൂറിനിടയിൽ എടുത്ത PCR ടെസ്റ്റിലെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റും കയ്യിലുണ്ടായിരിക്കണം. അതത് രാജ്യങ്ങളിലെ ആരോഗ്യ മന്ത്രാലയങ്ങളുടെ അംഗീകാരമുള്ള ലാബുകളിൽ നിന്നായിരിക്കണം പരിശോധന നടത്തേണ്ടതെന്നും അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് ചെയ്തെന്ന് എയർലൈൻ കമ്പനികൾ ഉറപ്പുവരുത്തണമെന്നും അറിയിച്ചിരിക്കുകയാണ്. QR കോഡ് സംവിധാനം ഉള്ളവയായിരിക്കണം സർട്ടിഫിക്കറ്റുകൾ. ഏത് വാക്സിനേഷനാണ് സ്വീകരിച്ചത്, വാക്സിൻ എടുത്ത തീയതി, വാക്സിന്റെ ബാച്ച് നമ്പർ തുടങ്ങിയ വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. മാത്രമല്ല, കുവൈറ്റിലെത്തുന്നവർക്ക് ഹോം ക്വാറന്റൈനും കർശനമാക്കിയിരിക്കുകയാണ്. ക്വാറന്റൈൻ അവസാനിപ്പിക്കണം എന്നുള്ളവർക്ക് 3-ാം ദിവസം സ്വന്തം ചെലവിൽ വീണ്ടും PCR ടെസ്റ്റ് നടത്തണം. ടെസ്റ്റ് ഫലം നെഗറ്റീവ് ആണെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് ക്വാറന്റൈൻ ഒഴിവാക്കാനുള്ള അവസരമുണ്ട്. ഫലം പോസിറ്റീവ് ആണെങ്കിൽ ക്വാറന്റൈനിൽ തുടരുകയും വേണം. എന്നാൽ നയതന്ത്ര പ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, അവരുടെ അടുത്ത കുടുംബാംഗങ്ങൾ, അവരുടെ വീട്ടുജോലിക്കാർ, വിദേശത്ത് ചികിത്സയിൽ കഴിഞ്ഞ ശേഷം തിരിച്ചെത്തുന്ന കുവൈറ്റ് പൗരന്മാർ, അവരുടെ കൂട്ടിരിപ്പുകാർ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന കുട്ടികൾ എന്നിവർക്ക് ക്വാറന്റൈൻ ഇളവ് നൽകിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.